മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ്. നടപടി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ CMR ഉൾപ്പെടെ എതിർകക്ഷികൾക്കും നോട്ടീസ് അയക്കാൻ കോടതി നിർദ്ദേശം. സ്വാഗതാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുടിവെള്ളത്തിൽ അണുബാധയെന്ന സംശയം. കാക്കനാട് DLF ഫ്ളാറ്റിൽ 350 പേർ ചികിത്സ തേടി. 25 കുട്ടികൾക്കും രോഗബാധ. ജലസാമ്പിൾ ശേഖരിച്ച ആരോഗ്യവകുപ്പ് അധികൃതർ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഫ്ളാറ്റ് അസോസിയേഷൻ. CPM സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പ്രധാന ചർച്ചാ വിഷയം. തെറ്റുതിരുത്തൽ നയരേഖയ്ക്ക് രൂപം നൽകും. മന്ത്രിസഭാ പുനഃസംഘടനയും ഉപതെരഞ്ഞെടുപ്പുകളും അജണ്ടയിൽ. വയനാട് ഒഴിയുകയാണെന്ന് സ്പീക്കറുടെ ഓഫീസിനെ അറിയിച്ച് രാഹുൽ ഗാന്ധി. ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് വയനാട്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഉയർത്തുക ലക്ഷ്യമെന്ന UDF ജില്ലാ നേതൃത്വം. രാഹുലും പ്രിയങ്കയും അടുത്ത മാസം മണ്ഡലത്തിൽ. തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കാൻ 3-അംഗ കോൺഗ്രസ് സമിതി തൃശൂരിൽ. നേതാക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. TN പ്രതാപനെതിരെ നഗരത്തിൽ വീണ്ടും പോസ്റ്ററുകൾ. പ്രചാരണത്തിന് പിന്നിൽ പാർട്ടി പ്രവർത്തകരാകാനിടയില്ലെന്ന് VK ശ്രീകണ്ഠൻ. ഡാർജിലിംഗ് ട്രെയിൻ അപകടത്തിന് കാരണം ചരക്ക് തീവണ്ടിയിലെ ലോക്കോ പൈലറ്റിന്റെ പിഴവ്. സാധാരണ വേഗതയിൽ മുന്നോട്ടു പോകാൻ അനുമതി നൽകിയിരുന്നില്ല. റെയിൽവേയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. യൂറോകപ്പിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ന് കളത്തിൽ. ആദ്യ പോരാട്ടത്തിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ ചെക്ക് റിപ്പബ്ലിക്. മത്സരം രാത്രി 12:30. മറ്റൊരു മത്സരത്തിൽ തുർക്കി ജോർജിയയെ നേരിടും.